ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളില്ലാത്തതിനെ ഇഷ്ടപ്പെടുമല്ലേ, ഉള്ളതിനോട് നമ്മൾ വലിയ കമ്പം കാണിക്കാറില്ല അല്ലയോ. അതായത് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കേളി ഹെയർ വേണം, കേളി ഹെയർ ഉള്ളവർക്ക് സ്ട്രെയിറ്റ് ഹെയർ വേണം. പക്ഷേ എനിക്ക് താല്പര്യം വന്ന ഒരു സാധനമുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാണ് സാധനം. ഇതെന്തെന്ന് വെച്ചാൽ സ്മോൾ ബെൻഡി ഹെയർ റോളർ എന്നാണ് പറയുന്നത്. ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാനിത് ആമസോണിൽ കണ്ടു കേട്ടോ, എനിക്ക് ലിങ്കൊന്നും ഇല്ല. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടി. അപ്പം നമ്മുടെയും ഒരാഗ്രഹം സാധിക്കാം വീട്ടിലിരുന്നു കൊണ്ട്. കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു ചെറിയ ഡാമ്പ് നമ്മളുടെ ഹെയറിൽ വേണം കേട്ടോ. ഒരു ഏകദേശം ഒരു സെൻറ്റർ കിട്ടുന്നത് പോലെ നമുക്ക് മുടി ഒന്ന് എടുക്കാം. ആർക്കും ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം, ടീനേജിന് ചെയ്യാം, അമ്മൂമ്മമാർക്കും ചെയ്യാം കേട്ടോ. എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. രണ്ടായിട്ട് എടുത്തു. ഇതിനെ ഞാനൊരു 3 ആക്കും കേട്ടോ. ഇതുപോലെ എൻ്റെ പെഗ് മാത്രമേ ഉള്ളൂ കേട്ടോ, ക്ലോസ് പെഗ്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ക്ലിപ്പ് അങ്ങ് ചെയ്ത് വയ്ക്കും കണ്ടോ. മനസ്സിലായല്ലോ ഇത്രയും ഭാഗം. അപ്പോൾ 2 സൈഡും ചെയ്യണം. പക്ഷെ ഞാനിപ്പോൾ ഒരു സൈഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പല സൈസുകളുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഈ നീളമുള്ളതാണ് കേട്ടോ. ഇതങ്ങ് മാറ്റുക, ഒരെണ്ണത്തിൻ്റെ അങ്ങ് മാറ്റുക. നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നില്ലേ, അത് ബാക്കിലോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഈ ബെൻഡി കേളകളെടുത്ത് ഈ മുടീനെ ഈ താഴെ അറ്റം വരെ കൊണ്ടുവരിക ഉണ്ടോ. എന്നിട്ട് ഈ താഴെ അറ്റത്ത് ഒരു ശകലം ഹെയർ സ്പ്രേ അടിക്കുക. ഹെയർ സ്പ്രേ അടിച്ചിട്ട് ഈ മുടിയെല്ലാം കൂടെ ഇതിലൊന്ന് ചേർത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കും. പിന്നെ ഇതിനെ ട്വിസ്റ്റ് ചെയ്യണം, ഒന്ന് ടൈറ്റ്ലി ട്വിസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ എല്ലാം അടുപ്പിച്ചിങ്ങനെ വയ്ക്കുക. ടൈറ്റ്ലി നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ടോപ്പ് വരെ കൊണ്ടുവരണം. ഇതുവരെ കൊണ്ടുവരണം, ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുവരണം നമ്മുടെ മുടിയുടെ ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മുകളിലോട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യണം കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. മനസ്സിലായോ? വീണ്ടും ഞാൻ ചെയ്തതുപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു മുടീനെ ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഹെയർ സ്പ്രേ അതവിടെ ഇരുന്നോളും കേട്ടോ. ഈസിയാണ്. ഞങ്ങളൊന്ന് ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ ഇത് ഓക്കെ ആണ് കേട്ടോ. നമുക്ക് തനിയെ ചെയ്യാം. ബട്ട് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. ഇത് അപ്സൈഡ് ഡൗൺ ആയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് വർക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. വെച്ചുകൊണ്ട് ഒരു 2 മണിക്കൂർ ഇരിക്കണം. ഇതാണ് അതിൻ്റെ ട്രിക്ക്. അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോണതിന് മുമ്പ് 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുളി കഴിഞ്ഞ് വന്ന ഉടനെ നമുക്കിത് ചെയ്തങ്ങ് വയ്ക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മറ്റുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഹെയർ സെറ്റാവും. അപ്പോൾ ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂറായി എൻ്റെ തലമുടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി നമ്മുടെ മുടി എങ്ങനെ കേളായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇത് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കിടക്കുന്നത് കണ്ടോ. ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് റീടാങ്കിൾ ചെയ്യണം. നമ്മുടെ കേളി ഉണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഏത് കോമാണ്, എനിക്ക് ഈ ഒരു കോമാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. ദൈവ